ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സൺഡേ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് വെച്ചത്. ഈ സൺഡേ നമുക്കൊരു ചിക്കൻ കറി ആയാലോ? ഒരു ചിക്കൻ കറി സ്പെഷ്യൽ സൺഡേ തന്നെ ആയിക്കോട്ടെ. രാവിലെ ഉറങ്ങി എണീറ്റ് പിന്നെ വിച്ചുക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി തൊട്ടിലൊക്കെ ഇട്ട് ആട്ടിയൊന്ന് ഉറക്കി ഒന്ന് ഫ്രീ ആയിട്ടാണ് ചിക്കൻ കറി പരിപാടിയിലോട്ട് കയറിയത്. ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. അവിടെ അമ്മയാണിന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവിടെ ആണെങ്കിൽ അവിടെ അമ്മ വെക്കും, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ അമ്മ വെക്കും. അതാണല്ലോ നമ്മളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സവാള, പിന്നെ വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ച് അമ്മ ചിക്കൻ അങ്ങോട്ടെടുത്ത് തട്ടിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റി മാറ്റി വെച്ചു. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ മല്ലി, മുളക് പൊടി ഇത് രണ്ടും വറുത്ത് കോരി എടുത്തു. വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ മൂപ്പിച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിതാ കടു വറക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടുക് അങ്ങോട്ടിട്ട് കടുക് ഇങ്ങനെ തിടിതിടാന്നിങ്ങനെ പൊട്ടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളതിലോട്ട് കറിവേപ്പില അങ്ങോട്ടിട്ടു. കറിവേപ്പില മൂത്ത അരിഞ്ഞു വെച്ചിരുന്ന സവോള അങ്ങോട്ട് തട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വാടി വരണം കേട്ടോ. അതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് അല്ലാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി വരുന്നത്. കാരണം ഇടയ്ക്ക് വെളുത്തുള്ളി ഇങ്ങനെ കിടക്കുന്നത് ഒരു പ്രത്യേക രുചിയാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ മഞ്ഞപ്പൊടി ഉപ്പ് ഇടുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് തന്നെ വാടി വരും. അതുകൊണ്ടാട്ടോ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ചിക്കനില്ലേ അതിലേക്ക് വറുത്ത്, അതായത് നമ്മൾ മൂപ്പിച്ച് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളും ഗരം മസാല, ലേശം ഉലുവാപ്പൊടി ഇതും കൂടെ ചേർത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. പെതുക്കെ തട്ടിപ്പൊത്തി അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ തിരുകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചിക്കന് തേങ്ങാപ്പാലും വേണം, അതേപോലെ തോരൻ വെക്കാനും നമുക്ക് ചതയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ തിരുമുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ എടുത്ത് പെതുക്കെ ആ ഉള്ളിയിലോട്ട് അങ്ങ് തട്ടി, എന്നിട്ട് അത് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വെച്ചു. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടി ഇത് രണ്ടും കൂടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട്, തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഉണ്ട കെട്ടിയതെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മളത് ആ ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഒഴിക്കണം. ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചിട്ട് അതും ഇതുപോലെ നമ്മളെല്ലാമായിട്ട് ആ ചിക്കനുമായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ച് അങ്ങനെ അങ്ങ് വെക്കണം. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ചിക്കന് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഉപ്പിട്ട് ഇളക്കുവാണെങ്കിൽ കറിയിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അത് നമ്മൾ ഈ ചിക്കൻ കറിയിലോട്ട് വിതറി കൊടുക്കണം. അത് നമ്മൾ കടു വറക്കുമ്പോൾ അതിൽ മൂപ്പിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ നേരിട്ട് തന്നെ അങ്ങനെ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ടത് മാറ്റി വെച്ചിട്ട് നല്ല കറിവേപ്പിലയുടെ മണം എടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ തിളയ്ക്കുന്ന കറിയുടെ മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുത്തിട്ട് തിരികെ വെച്ച തേങ്ങയെടുത്ത് 1-ാം പാല് 2-ാം പാല് ആക്കിയിട്ട് 2-ാം പാൽ ആദ്യം ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതും നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അടുത്തതായിട്ട് നമ്മൾ തോരൻ വെക്കാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ അവിടെ അങ്ങ് ആയിക്കോളും. പല സ്ഥലങ്ങളിലും പലതായിരിക്കും പറയുന്നത്. ഞങ്ങൾ ഇങ്ങ് കൊല്ലം സൈഡിലോട്ടൊക്കെ തോരൻ എന്നാട്ടോ പറയുന്നത്. നമ്മൾ അതിലേക്ക് അതിൻ്റെ കൂട്ടൊക്കെ ചേർത്ത് മിക്സിയിലിട്ട് തോരൻ്റെ പരുവത്തിന്, അതായത് ഒന്ന് ചതച്ചെടുത്തിട്ട് കടുവറുത്ത്, കടുവിൽ നമ്മൾ ചേർക്കുന്നത് കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ ഈ തോരൻ അങ്ങോട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തൊന്ന് അടച്ചാവി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങാപ്പീര എടുത്ത് അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ തോരൻ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ തോരനായിട്ടോ. തോരനായി കഴിഞ്ഞ് പിന്നെ നമ്മൾ
പുളിശ്ശേരിയാണേ വെച്ചത്. പുളിശ്ശേരി ഇതുപോലൊക്കെ നമ്മൾ തൈര് എടുത്ത് അതിൽ തേങ്ങ ചേർക്കാതെ ആയിട്ടോ നമ്മൾ പുളിശ്ശേരി വെച്ചിരിക്കുന്നത്. ഓട്ടുമോര് എന്നൊക്കെ ഞങ്ങളുടെ സൈഡിൽ പറയുവേ. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നപ്പോൾ ഞങ്ങളന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ പിന്നെ അമ്മ ചായ ഇട്ട് തന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം സന്ധ്യയൊക്കെ മയങ്ങി രാത്രി ആവാറായപ്പോഴാണ് ഞങ്ങൾ ചോറുണ്ടത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.